ഹലോ. കേട്ടിട്ട് 2025 ഡിസംബറിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. വലിയ പരാതികളാണ് ഉയരുന്നത്. കുട്ടികൾ പ്രതീക്ഷിച്ച അത്ര മാർക്ക് ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ കഴിഞ്ഞ റെക്ടിഫൈഡ് ആൻസർ കീ അടുത്താണ് വന്നിട്ടുള്ളത്. അത് ആൻസർ കീ ചെക്ക് ചെയ്ത് തങ്ങളുടെ OMR ഷീറ്റിൻ്റെ അതിൻ്റെ കാർബൺ കോപ്പിയുമായിട്ട് ഒത്തു നോക്കിയിട്ട് അതിൽ പ്രതീക്ഷിച്ച മാർക്ക് റിസൾട്ടിൽ കാണുന്നില്ല എന്നുള്ള പരാതിയാണ് വലുതായിട്ട് ഉയരുന്നത്. നമുക്കറിയാം, കാറ്റഗറി പരീക്ഷയിൽ കുട്ടികൾക്ക് ആൻസർ കീ വന്നതിന് ശേഷം ഒട്ടുമിക്ക കുട്ടികളെല്ലാവരും തങ്ങളുടെ മാർക്ക് നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് കുട്ടികൾ പറയുന്നു, പാസ്സായ കുട്ടികൾ വരെ പറയുന്നുണ്ട് 90 മാർക്ക് ഉണ്ടായിരുന്നു കാർബൺ കോപ്പി നോക്കിയപ്പോൾ, പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് 85 മാർക്കാണ്, 5 മാർക്ക് എവിടെ പോയി എന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പാസ്സാകുമെന്ന് കരുതിയിട്ടുണ്ടായിരുന്ന കുട്ടികൾ ഒരുപാട് ഫെയിലായി പോയിട്ടുണ്ട്. അതുപോലെ ചിലതിലൊക്കെ വളരെ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നാണ് പരീക്ഷാ ഭവൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന മറുപടിയും. ഒന്നെങ്കിൽ സ്കാൻ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്തോ ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്ക് ആണ് എന്നുള്ളതാണ്. എന്നിരുന്നായിരുന്നാലും കുട്ടികൾ ഈ രംഗത്ത് സജീവമായിക്കൊണ്ട് അങ്ങനെ കൃത്യമായിട്ട് എവിഡൻസോട് കൂടിയിട്ട് പരാതി നൽകാൻ ശ്രദ്ധിക്കുക. അത് പരീക്ഷാ ഭവൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് അവരുടെ ഇമെയിലിലേക്കോ അവരുടെ നമ്പറിലേക്കോ വിളിച്ചു പറയുകയോ അതല്ലെങ്കിൽ അതോടൊപ്പം തന്നെ അധ്യാപക സംഘടനകൾ ഈ വിഷയത്തിൽ കൃത്യമായിക്കൊണ്ട് ഇടപെടാൻ വേണ്ടി ശ്രദ്ധിക്കുക. പല അധ്യാപക സംഘടനകൾ ഇടപെടുന്നുണ്ട്, എങ്കിലും അത് ഒരുപാട് അധ്യാപകർ ഇപ്പോഴും സുപ്രീം കോടതി ആ ഒരു വിഷയത്തിൽ യാതൊരുവിധ റിലാക്സേഷനും നൽകിയിട്ടില്ല അധ്യാപകർക്ക് കാറ്ററ്റ് വേണമെന്നുള്ളതിൽ. അതുകൊണ്ട് തന്നെ അധ്യാപക സ്ഥാനം കൃത്യമായിക്കൊണ്ട് രംഗത്ത് സജീവം ഇടപെടുക. ഇനി അവരെ കാത്തു നിൽക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് സ്വന്തമായി തന്നെ ഹൈക്കോടതിയിലൊക്കെ കേസിന് പോകാവുന്നതാണ്. കൃത്യമായി നമ്മുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ കാർബൺ കോപ്പിയുടെ കോപ്പി ഉണ്ടാവുക, ആൻസർ കീ വെച്ചിട്ട് മാർക്ക് കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട നീതി ലഭിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.